ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരഞ്ജൻ വീട്ടിലെത്തിയ ശേഷം ജയശങ്കർ നിരഞ്ജനെ ചോദ്യം ചെയ്യുകയാണ്. കാരണമാണ് അക്ഷരയ്ക്ക് മാലിനിയുടെ കാല് പിടിക്കാൻ പോവേണ്ട അവസ്ഥ വന്നത്. ഇന്ന് വരെയും എൻ്റെ മകൾക്കും എനിക്കും ആരുടെ മുന്നിലും തലകുലിക്കേണ്ട അവസ്ഥ വരുത്തിയിട്ടില്ല. നിരഞ്ജൻ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ പറയണ, ഞാൻ കാരണം എന്തവസ്ഥ വന്നു എന്നാണ്? നിങ്ങൾ എടുത്തു ചാടിയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. ഇപ്പോൾ മാലിനിയെ പോയി കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്നെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാനും മാലിന്യവും വെറും സൗഹൃദം മാത്രമാണ്. അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് എൻ്റെ കുഴപ്പമല്ലല്ലോ. അപ്പോൾ നിരഞ്ജൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഞാനും എൻ്റെ മോളും ആണ് പ്രശ്നക്കാരി എന്നാണോ? ഇപ്പോഴും നിരഞ്ജൻ ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. നീ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മകളുടെ സങ്കടം അത് ഒരിക്കലും ഒരച്ഛന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അപ്പോൾ നിരഞ്ജൻ പറയണ, സാറ് എന്നെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് സാർ ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കും ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സാറിന് മാത്രമല്ല ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക, എനിക്കും എടുക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തി ജയശങ്കറിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിരഞ്ജൻ അക്ഷരയുടെ അടുത്തേക്ക് ചെന്നിട്ട് അക്ഷരയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നീ കാരണമാണ് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ നാണം കെടേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അക്ഷരം മിണ്ടാതിരിക്കുമ്പോൾ എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിനക്കെന്താ ഒന്നും പറയാനില്ലേ? അപ്പോൾ അക്ഷര കരഞ്ഞുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് അക്ഷര പറയണ, നിങ്ങളുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞോ? എങ്കിൽ നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണാവോ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? എന്താണെങ്കിലും അങ്ങ് ചോദിക്കേ. എങ്കിൽ ഞാൻ ചോദിക്കാം. ഞാൻ മാലിനിയുടെ വീട്ടിൽ പോയി എന്നുള്ളത് ശരി തന്നെയാണ്. അതിൽ എന്ത് തെറ്റാണാവോ ഉള്ളത്? അത് തെറ്റല്ലേ നീ പോയത്? നീ അവിടേക്ക് പോവാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട് പോവാൻ പാടില്ല? എൻ്റെ ഭർത്താവ് രാവും പകലും ഇല്ലാതെ ആ വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ പിന്നെ എനിക്കെന്താ അവിടേക്ക് പോയാൽ അത് പോവാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഞാൻ ഇനിയും അവിടേക്ക് പോവും. അത് തടയാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒരു ഭാര്യയ്ക്കും കാണാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്. നീ എന്ത് കാര്യം കണ്ടു എന്നാ പറയുന്നത്? അവിടെ നിങ്ങളും മാലിനിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസുകൾ ഞാൻ കണ്ട്. അത് ഒരു ഭാര്യയ്ക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ അനുഭവിച്ചത്. അതുമാത്രമല്ല, നിങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള പല തെളിവുകളും അവിടെ ഉണ്ടായിരുന്നു. അത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകളായിരുന്നു ആ വീട് മുഴുവനും ഉണ്ടായിരുന്നത്. എന്നിട്ടും ഇതെല്ലാം കണ്ടും കൊണ്ട് ഞാൻ സഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ? എൻ്റെ ഡാഡിയെ ഓർത്തിട്ട് മാത്രമാണ്. എൻ്റെ ജീവിതം തകർന്നാൽ എൻ്റെ ഡാഡി അത് സഹിക്കില്ല. അതുകൊണ്ട് മാത്രമാണ്. ഇനി ഒരു തവണ കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ഞാനത് സഹിക്കില്ല, ഞാനത് ക്ഷമിക്കില്ല. അപ്പം നീ പറഞ്ഞു വരുന്നത് എന്താണ്? ഞാനാണ് തെറ്റുകാരൻ എന്നാണോ? അതെ, നിങ്ങൾ തന്നെയാണ് തെറ്റുകാരൻ. നിങ്ങൾ തന്നെയാണ് ഇതിന് മുഴുവൻ തെറ്റുകാരനും. അതുകൊണ്ട് ഈ ബന്ധം കൂടുതൽ വഷളാകുന്നതിൻ്റെ മുന്നേ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നോക്ക്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നാളെ അതിൻ്റെ ദോഷം അനുഭവിക്കുക. ഡോക്ടർക്ക് നല്ല കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല, നല്ല സ്വഭാവം കൂടി വേണം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാലിന്യമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. എനിക്ക് നിങ്ങളെ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. മാലിന്യെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയ ശേഷം എൻ്റെ അടുത്തേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്, നിങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് അക്ഷര കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. പിന്നീട് വക്കീല് മാമച്ചനുമായിട്ട് സംസാരിക്കുകയാണ് ശരത്തിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ. നല്ല ദേഷ്യത്തിലാണ് ആ ശരത്തിനെ അകത്താക്കിയതിനുള്ള ദേഷ്യമാണ് ഇപ്പോൾ മാമച്ചനോടും ഉള്ളത്. അതുകൊണ്ട് മാമച്ചനും കൂടി ദോഷം ചെയ്യും ശരത്ത് അകത്ത് കിടക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഞാനൊരു വഴി പറഞ്ഞു തരാം. ശരത്തിന് ജാമ്യം കിട്ടുകയും ചെയ്യും, മാമച്ചന് ഒരു ദോഷവും വരില്ല. അപ്പോൾ എന്താ വക്കീല് പറഞ്ഞു വരുന്നത്? നിങ്ങളിപ്പോൾ ഒരുപാട് തവണയായിട്ട് പൈസ കൊടുത്തല്ലോ ശരത്തിന്. ആ പൈസയുടെ കണക്കൊക്കെ ആവും ചോദ്യം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ പറയണം അത് ശരത്തിന് കടം കൊടുത്തതാണെന്ന്. അങ്ങനെ ആവുമ്പോൾ അത് ശരത്തിന് ജാമ്യം കിട്ടാനും സഹായിക്കും. മാമച്ചന് അത് നാളെ ദോഷവും വരില്ല. കോടതിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞാൽ പിന്നെ മാമച്ചന് ശരത്തിന് കൊടുത്ത കാശ് മുഴുവനും തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ മാമച്ചൻ പറയണേ, വേണ്ട, എനിക്ക് ആ കാശൊന്നും വേണ്ട. ശരത്തിന് ഞാൻ കൊടുത്ത കാശ് അത് ഞാൻ തിരിച്ചു വാങ്ങില്ല. എങ്കിലും ശരത്തിന് ജാമ്യം കിട്ടാൻ വേണ്ടി കോടതിയിൽ കടം എന്ന് പറയാൻ എനിക്ക് ഒരു സമ്മതക്കുറവുമില്ല. ശരത്ത് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം, അത് മാത്രമാണ് വേണ്ടത്. അങ്ങനെ വക്കീല് മാമച്ചനോട് ഏത് കോടതിയിൽ ചോദിച്ചാലും കടമായിട്ടാണ് ശരത്തിന് പൈസ കൊടുത്തത് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആവുമ്പോൾ ജാമ്യം കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ വക്കീല് വഴി തന്നെ മാമച്ചൻ ശരത്തിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇത് സ്വാമിയും ജയശങ്കറും കൂടി സംസാരിക്കുകയാണ്. എൻ്റെ മോളുടെ ജീവിതം തകരുന്ന ലക്ഷണമാണല്ലോ സ്വാമി കാണുന്നത്. ഇതിലിപ്പോൾ എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുക? അലിനെ നിരഞ്ജന്റെ ജീവിതത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. സ്വാമി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. സ്വാമി പറയണേ, അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ അക്ഷര മേഡത്തിന് വേറെ വിവാഹം
ആലോചിക്കേണ്ടി വരുമല്ലോ. സ്വാമി, അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും പറയരുത്. എൻ്റെ മോൾ ഒരു ജീവിതം തകർന്നിട്ടാണ് ഇങ്ങനെ ഒരു ജീവിതം തന്നെ അവൾക്ക് ലഭിച്ചത്. ഇനിയും അവളുടെ ജീവിതം തകർന്നാൽ അവൾ അത് ഒരിക്കലും സഹിക്കില്ല. എൻ്റെ മോൾ എന്തെങ്കിലും കടുകയും ചെയ്യും. അതുകൊണ്ട് സ്വാമി മറ്റെന്തെങ്കിലും ഒരു വഴി ഉപയോഗിക്കണം. അപ്പോൾ സ്വാമി പറയണേ, ജയശങ്കർ സാർ പേടിക്കാതിരിക്കെ, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഇപ്പം ഞാൻ ആലോചിക്കട്ടെ. ആ മാലിന്യെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്തി ഓടിക്കാനുള്ള വഴിയാണ് ഞാൻ ഇനി നോക്കാൻ പോകുന്നത്. അല്ലാതെ നേരിട്ടൊന്നും കണ്ട് സംസാരിച്ചിട്ടൊന്നും ഇതിനൊരു പ്രയോജനവും ഉണ്ടാവില്ല. പിന്നെ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അതെല്ലാം തന്നെ നിരഞ്ജനോട് പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റെന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്വാമി അങ്ങ് പോവാണ്. പിന്നീട് നിരഞ്ജൻ മാലിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അക്ഷര വന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചറിയാണ്. എന്തുകൊണ്ടാണ് മാലിനി എന്നോട് അത് പറയാതിരുന്നത്? അത് മറ്റൊന്നും കൊണ്ടുമല്ല, അത് അക്ഷരയ്ക്ക് തന്നെയാണ് നാണക്കേട്. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ പോയി കാണേണ്ട അവസ്ഥ വരുന്നത്, അതും സ്വന്തം ഭർത്താവിനെ തിരിച്ചു കിട്ടണം എന്ന് പോയി യാചിച്ച് പറയേണ്ട ഒരു അവസ്ഥ ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അക്ഷരയുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ പാവമാണ് തോന്നുന്നത്. അക്ഷരയുടെ അവസ്ഥ അത്രയ്ക്ക് ദയനീയമാണ്. അപ്പോൾ നിരഞ്ജൻ പറയണം, അപ്പോൾ എന്താ മാലിനി പറഞ്ഞു വരുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് അക്ഷര എന്നെ മനസ്സിലാക്കാത്തത്? അത് അക്ഷരയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അക്ഷരയോട് മറ്റു ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ നിരഞ്ജൻ ഇപ്പോൾ പെരുമാറുന്ന ആ സ്വഭാവത്തിലെ വ്യത്യാസം, ഇതുവരെ പെരുമാറിയുന്നത് പോലെയല്ല നിരഞ്ജൻ ഇപ്പോൾ അക്ഷരയോട് പെരുമാറുന്നത്. അതിലൊക്കെ അക്ഷരയ്ക്ക് സ്വാഭാവികമായും സംശയം വരാം. അതുകൊണ്ട് അക്ഷരയെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ നിരഞ്ജൻ ചോദിക്കുകയാണ്, അപ്പോൾ നീ എന്നെ കുറ്റം പറയുമോ? ഇല്ല, നിരഞ്ജനെയും എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല. കുറ്റം പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് എന്നെ തന്നെയാണ് ഞാൻ കുറ്റം പറയും. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി വന്നതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ പ്രതി ഞാനല്ലേ എന്ന് മാലിനി ചോദിക്കുമ്പോൾ, അല്ല മാലിനി, നീയല്ല പ്രതി, ഞാനാണ് പ്രതി. കാരണം നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നതുകൊണ്ടാണ് എനിക്കൊരു ചെറിയ ആശ്വാസമുള്ളത്. മരിക്കാൻ പോകുന്ന എനിക്കിപ്പോൾ ഒരു തണലായി നിൽക്കുന്നത് നീ മാത്രമാണ്. നിന്നിലാണ് എനിക്കൊരു ആശ്വാസമുള്ളത്. അതുകൊണ്ട് ഇതിൽ നീയും അക്ഷരയും ഒന്നുമല്ല പ്രതി, ഞാനാണ് പ്രതി എന്ന് പറഞ്ഞ് സ്വയം നിരഞ്ജനെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങ് പോവാണ്. പിന്നീട് കാഞ്ചന അക്ഷരയുടെ അടുത്തേക്ക് ചെല്ലാണ്. നിരഞ്ജൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, എവിടേക്കോ പോയി. എവിടേക്കാവില്ല, ആ മാലിനിയുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. മോളെ, നിരഞ്ജൻ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നാട്ടുകാരൊക്കെ എന്തൊക്കെ പറയും? നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അപ്പച്ചി, എനിക്കതിലൊന്നും ഒരു കുഴപ്പവുമില്ല. എനിക്കിതിൽ ഒരു തടസ്സം നിൽക്കാനൊന്നും താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ. ഞാനിപ്പോൾ എതിർത്ത് നിന്നാലും പിന്നെ ഞാനും അദ്ദേഹം തമ്മിൽ പിരിയലാണ് അവസാനം ഉണ്ടാവുക. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെ പിരിയണം എന്നാണോ അപ്പച്ചി ആഗ്രഹിക്കുന്നത്? മോളെ, അത് പിന്നെ എന്നങ്ങ് പറഞ്ഞ ഉടനെ, ഇല്ല അപ്പച്ചി, ഒരിക്കലും ഞാൻ അദ്ദേഹത്തെയുമായിട്ട് പിരിയില്ല. കാരണം അദ്ദേഹത്തെ ഒരുപാട് കാലം ഞാൻ അവഗണിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ തന്നെ തുടങ്ങിയത്. അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ഞാൻ ഇതെല്ലാം സഹിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ അവഗണിക്കില്ല. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ നിന്നും പിരിഞ്ഞു പോയാൽ പിന്നെ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് കാണിച്ചാലും ഞാൻ അതെല്ലാം സഹിക്കാനാണ് ഇനി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അക്ഷര കരഞ്ഞുകൊണ്ടങ്ങ് പോവാട്ടോ. അക്ഷരയുടെ ആ അവസ്ഥ കാണുമ്പോൾ കാഞ്ചനയ്ക്ക് വല്ലാത്ത ഒരു സങ്കടം വരികയാണ്. അക്ഷര എന്തുമാത്രമാണ് സഹിക്കുന്നത്? ആർക്കും ചവിട്ടി തേക്കാൻ നിന്നു കൊടുക്കാത്ത അക്ഷര ഇപ്പോൾ വല്ലാതെ ഭൂമിയോളം താഴ്ന്ന് ക്ഷമയോട് കൂടിയാണ് നിൽക്കുന്നത്. അവളുടെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്ത് തൻ്റെടി ആയിരുന്ന പെണ്ണായിരുന്നു അക്ഷര എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കാഞ്ചന കരഞ്ഞുകൊണ്ട് അക്ഷരയെ നോക്കുന്നത്. പിന്നീട് ദേവികയ്ക്ക് പ്രഭാവതിയെ നോക്കുന്ന ഡോക്ടർ വിളിക്കുകയാണ്. എന്തായി പ്രഭാവതിയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ അതിനൊരു മറുപടി തരാത്ത എന്ന് ദേവികയോട് ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്ക് വീട്ടിലുള്ളവരുമായിട്ടൊന്ന് ആലോചിക്കണം. ഇതിന് ശേഷമാണ് എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയൂ. എങ്കിൽ ആ തീരുമാനം പെട്ടെന്ന് എടുക്കണം എന്ന് പറയട്ടോ. അങ്ങനെ ഡോക്ടർ കുറച്ച് ദേഷ്യത്തിലാണ് ദേവികയ്ക്ക് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.